ഹായ്, വെറിബി ഓപ്പൺ റേഞ്ച് സൂ ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ. മെൽബൺ CBDയിൽ നിന്നും ഏതാണ്ട് 35-40 കിലോമീറ്ററോളം വിട്ടിട്ടാണ് ഈ സൂ സ്ഥിതി ചെയ്യുന്നത്. സ്വന്തമായി വാഹനത്തിൽ വരുന്നവർക്ക് പാർക്കിംഗ് ഫ്രീ ആണ്. നമുക്ക് ഒരേ ഒരു ചിലവാകുന്ന കാര്യം എൻട്രി ടിക്കറ്റാണ്. ജനറൽ അഡ്മിഷൻ ടിക്കറ്റിന് ഒരാൾക്ക് ഏതാണ്ട് 50-55 AUD ഓസ്ട്രേലിയൻ ഡോളറാണ് ചിലവാകുന്നത്. ഈ പറഞ്ഞ എമൗണ്ടിൽ നമുക്ക് ഈ സൂ മൊത്തം നടന്നു കാണാം. ഏതാണ്ട് 500ഓളം ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു സൂ ആണ്. കൂടാതെ നമുക്ക് ഒരു സഫാരി റൈഡ് കൂടെ ഫ്രീ ആയിട്ട് ഉണ്ട്. ഇതിൻ്റെ കൂടെ 40 മിനിറ്റാണ് ഓരോ റൈഡിൻ്റെയും ദൈർഘ്യം. നമുക്ക് ഈ യാത്രയിൽ ഹിപ്പോസ്, സീബ്ര, ജിറാഫ്, പിന്നെ റൈനോസ് എന്നീ മൃഗങ്ങളൊക്കെ നമുക്ക് സ്പോട്ട് ചെയ്യാൻ സാധിക്കും. ഇതുകൂടാതെ $60 നമ്മൾ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ ഡീലക്സ് സഫാരി എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു പർട്ടിക്കുലർ ടിക്കറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് മൃഗങ്ങളെ കൂടുതൽ അടുത്ത് കാണാനും സമയം സ്പെൻഡ് ചെയ്യാനും നമുക്ക് പറ്റും. ഞങ്ങൾ സഫാരി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആദ്യമേ കണ്ടത് തന്നെ ക്യാമൽസിനെയാണ്. ആ ക്യാമൽസിൻ്റെ അപ്പുറത്തായിട്ട് കാണുന്ന ആ ചെറിയ വെഹിക്കിളിലാണ് ഡീലക്സ് സഫാരി എക്സ്പീരിയൻസിന് അവർ ഗ്രൂപ്പിനെ കൊണ്ടുപോകുന്നത്. ജനറൽ സഫാരി ഓപ്ഷനാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഏകദേശം 100 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ ആയിരിക്കും നമ്മൾ സഫാരി പോകുന്നത്. അതൊരു 3-4 കോച്ച് ചേർന്നിട്ടുള്ളൊരു വലിയ വണ്ടിയായിരിക്കും നമ്മൾ ഇത്രയും ആൾക്കാരെ കൊണ്ടുപോകുന്നത്. നേരത്തെ പറഞ്ഞ മൃഗങ്ങളെ കൂടാതെ തന്നെ ഓസ്ട്രേലിയയിൽ മാത്രം കണ്ടുവരുന്ന കങ്കാരു, വലബി, പ്ലാറ്റിപ്പസ്, കൗള ഇതിനെല്ലാം നമുക്ക് കുറച്ചുകൂടെ അടുത്ത് കാണാനായിട്ട് സാധിക്കും. ഇനി ഒരു തവണ കൂടി ഞങ്ങൾക്ക് വരാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും ഡീലക്സ് സഫാരി ആയിരിക്കും എടുക്കുക. കാരണം കൂടുതൽ നമുക്ക് ആനിമൽസിനെ അടുത്ത് എക്സ്പ്ലോർ ചെയ്യാൻ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ഡീലക്സ് സഫാരിയാണ്. അല്ലാത്ത പക്ഷം മൃഗങ്ങൾ നമ്മുടെ അടുത്തേക്ക് വരില്ലെങ്കിൽ നമുക്കൊരിക്കലും കൂടുതലായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഞങ്ങൾക്ക് ഇത്തവണ ഈ യാത്രയിൽ തോന്നിയൊരു കാര്യം. വെറിബി റിവർ ക്രോസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പേ ഞങ്ങൾക്ക് ഭാഗ്യവശാൽ വെലബീസിനെ തൊട്ടടുത്ത് കാണാൻ പറ്റി. കങ്കാരൂസിൻ്റെ ചെറിയൊരു മിനിയേച്ചർ വേഷമാണ് വെലബീസ്. ഇനി ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് പോകാം. അങ്ങനെ സഫാരിയൊക്കെ പൂർത്തിയാക്കി സൂവിൻ്റെ ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് ഞങ്ങൾ പോവുകയാണ്. ഈ കാണുന്ന കൂട്ടിൽ ചീറ്റപ്പുലിയാണ്. പക്ഷെ അത് വളരെ ദൂരെ ആയതിനാൽ നമുക്ക് ക്യാമറയിൽ അത് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല.
ഏകദേശം 3 മണിക്കൂർ ഞങ്ങൾ ആ സൂവിൽ സ്പെൻഡ് ചെയ്തിരുന്നു. അതിൽ കണ്ടതിൽ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞങ്ങൾ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. കൂടുതൽ സമയം നമ്മൾ അവിടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് എമു, റെപ്റ്റൈൽസ്, ബേർഡ്സ് അതിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ വീഡിയോസിനായി ഞങ്ങളുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ സീ യു നെക്സ്റ്റ് ടൈം. ബൈ. ബൈ.